Hi, hello, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കാറും എല്ലാം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളെന്നാ കറങ്ങാനൊന്നും അല്ല കേട്ടോ പോകുന്നത്, അങ്ങനൊന്നും വിചാരിക്കണ്ട. നമ്മൾ കറങ്ങാനല്ല പോകുന്നത്, നമ്മള് പരീക്ഷ എഴുതാനാണ് പോകുന്നത്. എക്സാം എഴുതാൻ പോവുക. എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അത്ര വലിയ കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവല് പോലെ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്ന എന്താന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നല്ല ദൂരമാണ് പോവാനായിട്ട്. ഇപ്പോ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് സെയിന്റ് ജോൺ എന്ന് പറഞ്ഞൊരു ചെറിയ സിറ്റിയിലാണ്, ബ്രിട്ടീഷ് കൊളംബിയയിലെ തന്നെ. അപ്പൊ ഇവിടുന്ന് ഒരു 5 മണിക്കൂർ ദൂരമുണ്ട് നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത്. എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ അങ്ങോട്ട് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോ എക്സാമിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ പറയാം. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ രാവിലെ എണീറ്റുള്ള ചടപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എടുത്തില്ല. അതെ, ശരിക്കും ഇപ്പോ സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ. അത് നോക്കുമ്പോൾ കാണാം കേട്ടോ, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പുറത്തുള്ള സിറ്റുവേഷൻ നല്ല വെട്ടമാണ്. 5:45 നല്ല വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സൂര്യൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ആ വെട്ടം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു രസമാണ്. ഇരുട്ടത്തൊന്നും അല്ല. ഇപ്പൊ 6 മണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഫുൾ വെട്ടമായി. നമ്മുടെ നാട്ടിലേക്ക് ഒരു 8 മണി 9 മണിയുടെ വെട്ടമായി ഇപ്പൊ തന്നെ. ഈ രാത്രി 9 മണി വരെയും വെട്ടമുണ്ട് ഇപ്പോ, സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ പക്ഷെ തണുപ്പൊക്കെ കുറഞ്ഞു കേട്ടോ. നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ഒക്കെയാണ്. നമുക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ ആയാലും നല്ല ഒരു ക്ലൈമറ്റ് ഒക്കെ ആയി. ഇവിടെ വെൽക്കം ടു ടൈലർ എന്ന് എഴുതിയിട്ടില്ലേ. ടൈലർ എന്ന് പറയുന്ന അടുത്തൊരു ചെറിയ സ്ഥലമാണ്. ഈ ഫോർട്ട് സെയിന്റ് ജോണിനെക്കാട്ടിയും ചെറുതാണ് കേട്ടോ ടൈലർ. നമ്മളിപ്പോൾ കാണാൻ പറ്റുന്ന മൊത്തം പൈൻ, ഇതെല്ലാം പൈനാണ്, പൈൻ മരങ്ങളാണ്. അതെല്ലാം എപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുള്ളൂ. വിന്റർ ആയാലും സമ്മർ ആയാലും അവരുടെ ഒരു പച്ചപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു ഫാക്ടറി പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്ത മണമാണ്. It's a chemical factory. നോർത്ത് റിവർ എന്തോ സംഭവമാണ്. കൂടുതലും ഇങ്ങനത്തുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും കെമിക്കലിന്റെ സ്ഥാപനങ്ങളെല്ലാം ഉള്ളത്. തീ വരുന്നുണ്ടോ? തീ പോകുന്നത് അത് എന്തോ ഗ്യാസ് എമിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊരു അത്യാവശ്യം വലിയൊരു ഫാക്ടറിയാണ്. ഇവിടെ വലിയൊരു പാലമാട്ടോ ഇത്. കുറച്ചും കൂടെ ഗ്രീൻ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ, മരങ്ങളൊക്കെ നല്ല പച്ച കളറാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഈ സ്ഥലം. നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽബർട്ട പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് പ്രിൻസ് ജോർജ് വരുന്നത്. അപ്പോൾ ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ ബോർഡറിലാണ് ശരിക്കും ഞങ്ങളുടെ ടൗൺ വരുന്നത്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴി എന്ന ആൽബർട്ട പോകുന്ന വഴിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവഴി പോയിട്ട് നമുക്കൊരു ഡീവിയേഷൻ എടുത്തിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുക. അങ്ങനെയാണോ ഞാൻ കണ്ടത്. കാരണം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇതെന്താ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ആലോചിച്ചു. പക്ഷേ സംഭവം കറക്റ്റാണ്, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ്. നമ്മൾ ഇതുവഴി ഇങ്ങനെ കുറേ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മൾ ഈ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നമ്മൾ പോകുന്നത്. അതെന്താ ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കൊരു പിടിയില്ല. നല്ല വ്യൂ ആണ്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് കൊണ്ട് നല്ല രസമാണ് കാണാൻ. നമ്മൾ പോകുന്ന വഴിക്ക് കുതിരനെ കണ്ടു ഗൈസ്. കുതിര ഇവിടെ കുറേ കുതിര ഫാമുകളുണ്ട്. കുതിര ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഹോഴ്സ് ഫാമിങ് ഇവിടെ ഭയങ്കര വലിയ സംഭവം. അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കുതിരകളെ കാണാം. ഇവിടുത്തെ പശുവിനെ കാണാം. ഇവിടുത്തെ പശുവൊക്കെ ഭയങ്കര ഡിഫറൻസ് ആട്ടോ നമ്മുടെ നാട്ടിലെക്കാട്ടി. ഇവരിങ്ങനെ പൂടയൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിന് സ്യൂട്ടായിട്ടുള്ള അല്ലേ, ക്ലൈമറ്റിന് സ്യൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ. നല്ല ഫാർമൊക്കെ
ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങള് നമ്മൾ എവിടെയോ പോയപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമായിട്ട് ഇവിടെ പോയപ്പോഴത്തേക്കും നമ്മൾ കരടിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് ചെറുത് കാണാം. പക്ഷെ കരടിയെ കൂടെ ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ ഉള്ളിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കരടി ഇഷ്ടംപോലെ ഉണ്ട്. കാടാണ് കേട്ടോ, ശരിക്കും ഇതെല്ലാം കാടാണ്. ഉള്ളിലോട്ട് നല്ല തിക്കായിട്ടുള്ള കാടാണ്. നല്ല മഴക്കോളുണ്ടാവും, മഴക്കോളൊക്കെ ഉണ്ട്. പക്ഷെ മഴയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മഴയുടെ അത്ര ഇതൊന്നും ഇല്ല കേട്ടോ ഇവിടെ. മഴ ഭയങ്കര സൗണ്ടൊന്നും ഉണ്ടാക്കി ഭയങ്കര ഇടിയൊക്കെ വെട്ടി അങ്ങനൊന്നും അല്ല. മഴ വരുന്നത് നമ്മൾ അറിയുന്നത് പോലും ഇല്ല. വരുന്നു മഴ പോകുന്നു, അങ്ങനെയാണ് മഴ. കണ്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ആ ഒരു ക്ലൈമറ്റ് ഒക്കെ മാറി വരുന്നതിന്റെ ഒരു ഭംഗിയുണ്ട് ഇതൊക്കെ പറഞ്ഞാലും. നേരത്തെ ഒന്നും നമുക്ക് ഈ മേഘങ്ങളൊന്നും അത്ര വിസിബിൾ അല്ല. ഭയങ്കര ക്ലൗഡ് എന്നുവെച്ചാൽ ഇങ്ങനെ വിട്ട് വിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മൊത്തം മഴമേഘങ്ങളൊക്കെ കൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ഫുള്ളായിട്ട് മേഘം. പക്ഷെ ചില സമയത്തൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ അവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം, അങ്ങനെ ഇങ്ങനെ വിട്ട് 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 മേഘമൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. നല്ല രസമാണ്. അതൊക്കെ ക്ലൈമറ്റ് മാറുന്നതിന്റെ മേഘമൊക്കെ ആകാശം കാണാൻ ഭയങ്കര രസമാട്ടോ ഇവിടെ. നല്ല രസമാണ് ആകാശം കാണാനായിട്ട്. അപ്പോൾ ഞാൻ എക്സാമിനെ പറ്റി ഡീറ്റെയിലായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എഴുതാൻ പോകുന്ന എക്സാം കാനഡൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇൻഡെക്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ആട്ടോ. സെൽഫ് എക്സാം എന്ന് ചുരുക്കത്തിൽ പറയും. ഇത് ആക്ച്വലി IELTSന് സിമിലർ എക്സാം തന്നെയാണ്. ഞാൻ ടൊറന്റോയിൽ വെച്ചിട്ട് ഒരു വട്ടം എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ IELTS എക്സാം ഒക്കെ എഴുതാൻ പോകുന്നത് വലിയ ഹോട്ടലിലൊക്കെ പോയി എന്താ ഭയങ്കര സെറ്റപ്പിലൊക്കെയാണ് IELTS എക്സാം നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ്. ഞാൻ അന്ന് എക്സാം എഴുതാൻ പോയത് ഞാൻ പറയാം. അത് ഞാൻ ഭയങ്കര ഇതേപോലെ നാട്ടിലെ പോലെ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷെ ഇല്ല, ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു ബിൽഡിങ് അതിനകത്ത് വെച്ചിട്ടായിരുന്നു എക്സാം. അതിങ്ങനെ നമ്മൾ അടുപ്പിച്ചിരിക്കുന്നത് ഭയങ്കര എല്ലാവരും കൂടെ ഒരുമിച്ച്. ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹോളിലായിരിക്കും ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ഇരുത്തിയായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ കമ്പ്യൂട്ടർ ലാബില്ലേ, അതേപോലെ കമ്പ്യൂട്ടർ ലാബിൽ ഇങ്ങനെ സ്ക്രീൻ വെച്ച് മറിച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ അത് വലിയ ഇതൊന്നുമല്ല. എക്സാം എഴുതാൻ പോകുന്നത് ഒരു ചടങ്ങാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എക്സാമിന് നമ്മൾ ഭയങ്കര ഹൈപ്പൊക്കെ വെച്ച്, നാട്ടിലെ ഹൈപ്പൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലൊന്നും അല്ല. IELTS എക്സാമിൽ 9 ഏറ്റവും വലിയ സ്കോർ, 9 സ്കോറാണ് ഏറ്റവും വലുത്. പക്ഷെ സെൽഫ് എക്സാമിലെ ഏറ്റവും വലിയ സ്കോർ 12 ആണ്. അപ്പം നമ്മൾ IELTS ആണ് മെയിനായിട്ട് എല്ലാത്തിനും നോക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇക്വലന്റ് ആകുമ്പോൾ നമ്മൾ ഒരു സ്കോറെങ്കിലും സെൽഫ് എക്സാമിന് മുന്നേ മേടിച്ചെങ്കിൽ, അതായത് കൂടുതൽ മേടിച്ചെങ്കിൽ മാത്രമേ നമുക്കത് IELTSന് ഇക്വലന്റ് ആവുള്ളൂ, നമ്മുടെ CLB കറക്റ്റ് ആവത്തുള്ളൂ. ഹിമാലയത്തിലെത്തി കഴിച്ചു കേട്ടോ. മഞ്ഞ്, അങ്ങ് അറ്റം മലയിൽ മഞ്ഞ്, ഇപ്പോഴും മഞ്ഞ്. ഇതാണ് ഇതുവഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. മാൻ, കരടി, ഇത് പറഞ്ഞില്ലേ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇവരെല്ലാരും കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് ഇങ്ങനെ മാനെ കാണാം, കരടിയെ കാണാൻ പറ്റും. രാത്രി വരുമ്പോഴാണ് ഇത് ഭയങ്കര സൂക്ഷിക്കണ്ടേ. ഇത് മുന്നിൽ ചാടൂന്നേ നമുക്കറിയാൻ പറ്റത്തില്ല. രാത്രിയൊക്കെ ഇതുവഴി വരുന്നത് ഭയങ്കര സീനാണ്. ഇത് ഒറ്റപ്പെട്ട വീട്. ഇപ്പൊ കുറെ കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഒരു വീട് കണ്ടേ. വീടാണോ ഇത് എന്തുവാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ക്യാരവനൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ കുറേ ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണോ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് ഞങ്ങൾ ഇന്നലെ ഒരു വാൾമാർട്ട് എന്ന് പറയട്ടോ, നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സ്ഥലം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു കാർട്ട് നിറയെ ആൾക്കാർ ഇതേപോലെ സാധനം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ റെയിൽവേ ലൈനൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ എന്തുവാണെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ബൾക്കായിട്ട് സാധനം വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും ഉള്ളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഒന്നും അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അവരൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? കൂടുതലും ഫാമിംഗ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഈ വിന്റർ സമയത്തൊക്കെ ഇവർ ഭയങ്കര സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ജീവിക്കാനായിട്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക റോഡുകളിലും 100 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഈ റോഡുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികളൊക്കെ വരുന്നത് മിക്കതും ട്രക്കുകളൊക്കെ ആയിരിക്കും. ഉള്ളിൽ നിന്നൊക്കെ വരുന്ന ട്രക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ് ഫാക്ടറീസ് കൂടുതൽ. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന ട്രക്കും കാര്യങ്ങളും, പിന്നെ ഈ ചില വീടുകളിൽ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെയുള്ള ആൾക്കാരൊക്കെ വരുന്നതല്ലാതെ എപ്പോഴും നമുക്ക് ഇങ്ങനെ വണ്ടികളൊന്നും കാണാൻ പറ്റുന്ന റോഡല്ല. അതുകൊണ്ടൊക്കെ ഇവിടെ 100 കിലോമീറ്റർ സ്പീഡ് ഉണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മിക്ക റോഡുകളിലും 50-ന് മേലെ സ്പീഡിൽ നമുക്ക് പോകാൻ
പോകാൻ പറ്റും. ചെറിയൊരു മഴക്കോള് പോലെയൊക്കെ ഉണ്ട്. ഞാൻ ചേരാം. റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് പോവുക എന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. അപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇറങ്ങി പോവാം. തിരിച്ചു വരുന്ന വഴിക്ക് നോക്കട്ടെ, എവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം. നമ്മുടെ ഇതിന് മുകളിലായിട്ടൊരു റെയിൽവേ ലൈൻ കാണുന്നുണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഈ ഫാക്ടറീസിലൊക്കെ പോകാൻ വേണ്ടി ഗുഡ്സ് ഒക്കെ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ട്രാക്ക് ആയിരിക്കും. ട്രെയിൻ പോകുന്ന ട്രാക്കുകളായിരിക്കാനാണ് സാധ്യത. നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. എൻ്റെ ഇതൊക്കെ നല്ല മരങ്ങളാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഫുള്ള് മല പോലെ കേട്ടോ അത്. കാനഡ എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ 3 ഇരട്ടി വലുപ്പമുണ്ട്. അപ്പം അതിൻ്റെ പകുതി മുക്കാലും ഇതേപോലെ കിടക്കുകയാണ്. കാടും ഒക്കെ ആയിട്ട് മനുഷ്യവാസം ഇല്ലാതെ കിടക്കുന്ന കുറേ സ്ഥലങ്ങളാണ്. നമ്മളിവിടെയോ പോവുക, എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്. പശു പോയി, പശുമ്പ. അങ്ങ് ഒരു മനുഷ്യനില്ല, ഒരു കടയില്ല. ഇത്തിരി ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും ഒരു സ്ഥലമില്ല. വെള്ളം കുടി കഴിഞ്ഞാൽ വാഷ്റൂം പോലും ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇതാ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കാനഡയുടെ ഭയങ്കര ഉൾപ്രദേശങ്ങളാണ് കേട്ടോ. കാനഡയുടെ സിറ്റി എന്നൊക്കെ പറയുന്നത് ടൊറന്റോ, വാൻകൂവർ ഒക്കെ. അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അതാണ് ഇതൊക്കെ. ഭാഗ്യവശാൽ നമുക്ക് 2 സ്ഥലത്ത് പോകാൻ പറ്റി. പക്ഷെ ഏറ്റവും വേസ്റ്റ് ഇതാ സത്യം പറയാലോ. കാരണം ഇങ്ങനത്തെ ഈ റോഡിലൂടെ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ പോലും ഒരാളും ഉണ്ടാവത്തില്ല. മീൻസ് എതിരെ വരുന്ന വണ്ടി മിക്കതും ട്രക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അത് വരുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു വണ്ടി കാണാൻ പറ്റുന്നത്. ഒരു കടയും ഒന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം നോക്കണമല്ലോ. അതായത് നേരത്തെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ടല്ലേ, റെയിൽവേ ക്രോസ് ശരിക്കും അത് ആക്റ്റീവ് ആയിട്ടുള്ള റെയിൽവേ ട്രാക്ക് ആണ് കേട്ടോ. അതിൻ്റെ സ്റ്റോപ്പ് സൈഡിൽ കൊടുത്തേക്കുന്നുണ്ടോ, ആക്റ്റീവ് ആയിട്ടുള്ള റെയിൽവേ ട്രാക്കാണ്. അതെനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഗുഡ്സ് ട്രെയിൻ പോകുന്നതായിരിക്കണം മിക്കവാറും. അല്ലാതെ ഞാനിവിടെ അങ്ങനെ ട്രെയിനൊന്നും കണ്ടിട്ടൊന്നുമില്ല. നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ ഇപ്പം ഞങ്ങൾ നേരത്തെ നിന്നത് ആൽബർട്ട എഡ്മണ്ടനിലായിരുന്നു. അതായത് ആദ്യം ടൊറന്റോയിൽ നിന്നു, പിന്നെ അവിടെ നിന്ന് എഡ്മണ്ടനിൽ പോയി, എഡ്മണ്ടനിൽ നിന്ന് പിന്നെ ഇപ്പോൾ ബ്രിട്ടീഷ് കൊളംബിയയിൽ വന്നു. അപ്പോൾ എഡ്മണ്ടനിൽ നിന്ന് ഫോർട്ട് സെന്റ് ജോണിലേക്ക് ഞാൻ നോക്കിയായിരുന്നു ട്രെയിൻ വല്ലതും ഉണ്ടോ. ട്രെയിനൊന്നും ഇല്ല കേട്ടോ, ഈ സ്ഥലത്ത് ട്രെയിനൊന്നും ഇല്ല. അങ്ങനെ നീണ്ട കുറേ നേരത്തെ യാത്രകൾക്കൊടുവിൽ നമ്മൾ ഒരു ടൗൺ കണ്ടു ഗൈസ്. നമുക്ക് ചെറിയൊരു ടൗൺ, കുഞ്ഞൊരു ടൗൺ നമ്മൾ കണ്ട് നമ്മളങ്ങോട്ട് പോകും കേട്ടോ. നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ ടൗണുകളാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഈ സ്ഥലത്തൊക്കെ വളരെ ചെറിയ ചെറിയ ടൗണുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിന് കുറേ മലകൾ, കുന്നുകൾ, അയ്യോ ചെവിയൊക്കെ അടയും. അതെന്തേ ഇതാണ് നിങ്ങൾക്ക് ഇതെങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഷിപ്പിംഗ് ടംബ്ലർ റിഡ്ജ്. ഇതാണ് ടംബ്ലർ റിഡ്ജ്. ഇവിടെയാണ് കുറേ വെള്ളച്ചാട്ടങ്ങളുള്ളത്. ഇവിടെ ആ കരടി ഇറങ്ങുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അത് ഈ സ്ഥലത്താണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് നമ്മൾ ആ ചെറിയ ടൗൺ എത്തിയിട്ടുണ്ട്. പേര് ഞാൻ വായിക്കുന്നില്ല, ഇഷ്ടമുള്ള പോലെ വായിക്കാം. എനിക്കറിയില്ല. നമ്മൾ ടൗണിലെത്തി. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇത്ര നേരമായി, എനിക്ക് തോന്നുന്നൊരു നമ്മൾ ഇറങ്ങിയിട്ട് 2 മണിക്കൂറായി. അപ്പോഴാണ് നമുക്കൊരു ടൗണൊക്കെ കാണാൻ പറ്റിയത്. ഇവിടെ ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, ടൗണിലോട്ട് കയറുന്ന വഴിക്ക് കൊള്ളാം. ഞങ്ങൾ ടൗണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ ടൗണിൽ ഇതേ ടിം ഹോർട്ടൻസിൽ കയറി. കാനഡയുടെ ഒഫീഷ്യൽ ചായക്കട. നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ല, ഫോർട്ട് സെന്റ് ജോണിലെ ടിം ഹോർട്ടൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സ്മൈൽ കുക്കി കണ്ടോ, സ്മൈൽ കുക്കി വീക്കാണ്. അതുകൊണ്ട് മൊത്തവും ബലൂൺസൊക്കെ ആക്കി. നമ്മൾ എന്താ കഴിക്കുന്നതിന് പറ. Sausage and English muffins and small French vanilla. എപ്പോഴും കഴിക്കുന്നത്.
ഇറങ്ങി വരിക, ഇവിടെ ആരും ഇല്ല, എല്ലാം നമ്മൾ തന്നെയാണ്. സെൽഫ് സർവ്. ഇവിടെ സെൽഫ് സർവ് ആണ്. നമ്മൾ പെട്രോളൊക്കെ അടിക്കുന്നത്. ഇവിടെ ആരും ഇല്ല, പെട്രോളിൻ്റെ ചെറിയ തണുപ്പത്ത് ആരും ഇങ്ങനെ പുറത്ത് നിൽക്കില്ല, അതുകൊണ്ട് എല്ലാം സെൽഫ് സർവ് ആണ്. അത് ഈ തണുക്കുന്ന ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച തണുപ്പൊന്നും ഇല്ല, തണുപ്പുണ്ട്. നമ്മൾ ആ ടൗൺ കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നേരത്ത് കണ്ടതാണ്. ഇതിവിടെ വൈൽഡ് ഫയർ ആണ്, കാട്ടുതീ പിടിച്ചിട്ട് നമുക്ക് ഒരു ഏരിയ ഫുള്ള് കത്തിയിട്ടുണ്ട്. ഈ വിന്റർ കഴിഞ്ഞിട്ട് വെയിൽ വന്ന പോലുമില്ല. വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര വിറ്റാണ്. ഇത് തന്നെ മെയിൻ പരിപാടിയാണിത്. ഇവിടെ കാട്ടുതീ പിടിച്ച്, കാരണം ഇത് ഇത്രയും ഇങ്ങനെ കിടക്കുമല്ലേ, നമുക്ക് അതിൻ്റെ മണ്ടയിലൊക്കെ കാണുമ്പോൾ അറിയാം. ഫുള്ള് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ കാട്ടുതീ പിടിച്ചിട്ട് ഇങ്ങനെ പടർന്ന് ഇതെല്ലാം നമുക്ക് ഈ കാണുന്നതെല്ലാം, ഈ കരിഞ്ഞ് കിടക്കുന്നതെല്ലാം തീ പിടിച്ചാണ്. ഫുൾ തീ പിടിച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെ പടർന്നങ്ങ് പോകും. കാട്ടുതീ പടർന്ന് പൊക്കോളും. അത് ഈ ചെറിയ ടൗണൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പുകയും കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിലല്ലേ ഇത് പിടിക്കുക, കാട്ടുതീ ആവുന്നത്. അപ്പോൾ ഭയങ്കര സ്മോക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇവാക്യുവേഷനൊക്കെ തരും. നമ്മൾ അവിടെ മുതലേ കണ്ടുവന്ന മഞ്ഞ് മൂടിക്കിടക്കുന്ന കുറേ മലകളുടെ അടുത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. ഞങ്ങളീ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇറങ്ങി കാണാം. പോകുന്ന വഴിക്ക് ഇത് ശരിക്കും ഞാൻ ആലോചിക്കുക, ഇത്രയും വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഈ വെയിലൊക്കെ എന്നാൽ ഈ മലയുടെ മുകളിലോട്ടാണല്ലോ ആദ്യം അടിക്കുക. എന്നിട്ടും ആ മഞ്ഞൊന്നും ഉരുകാണ്ട് കിടക്കണതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇത് നോക്കിക്കേ, അങ്ങുള്ള മല, ആ മഞ്ഞുമല ഉണ്ടോ? നമ്മൾ മറ്റേ ഹിമാലയത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും ഉള്ള പോലെ. മരത്തിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ വീഡിയോസിലൊക്കെ കാണാറില്ലേ, ഇങ്ങനെ ദൂരോട്ട് നോക്കുമ്പോഴത്തേക്കും മഞ്ഞ് മൂടി കിടക്കുന്ന മല. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ആദ്യമായിട്ടാണോ നമ്മളിങ്ങനെ കാണാൻ പോണേ. ആൽബർട്ടിലൊരു സ്ഥലമുണ്ട്, ബാങ്ക്സ് എന്ന് പറയും. അപ്പോൾ അവിടെ ഇതേ കണക്ക് നമ്മൾ അതിലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണെന്നാണ് പറയണേ. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ മഞ്ഞുമലയൊക്കെ കാണാം. നമുക്ക് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ മലകളും അടുപ്പിച്ചടുപ്പിച്ച് മലകളാട്ടോ. ഇത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങ് പ്ലേറ്റ് പോലെയൊക്കെ ഇങ്ങനെ മടങ്ങി മല കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ഈ ഒരു ഏരിയ ഞങ്ങൾ ശരിക്കും ആദ്യമായിട്ടാണ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത്. അപ്പോൾ ഓരോ പുതിയത് കാണുന്നുണ്ട്. ഫുൾ മഞ്ഞ, ആ മല മൊത്തം മഞ്ഞാണ്. ഇവിടെയൊക്കെ ചെറിയ പോലെ മഞ്ഞ് കിടപ്പുണ്ട്. മടങ്ങി കൊള്ളാം. സീനിക് ബ്യൂട്ടി. ധനുവിൻ്റെ ആ സൈഡാണ് ഞാനീ പറഞ്ഞ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. നമ്മൾ കുറേ മുന്നേ തന്നെ തുടങ്ങിയതാ. ചെറിയൊരു ഇങ്ങനെ അരുവി പോലെ സൈഡിലെല്ലാം ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം തന്നെയാണ്. മല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് വരുന്ന വെള്ളമാണ്, വെള്ളച്ചാട്ടം പോലെ. അത് നമ്മൾ ഒരു 51 കിലോമീറ്ററൂടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. എന്തായാലും നോക്കാം. ധനുഷ, ഈ ട്രിപ്പിനെ പറ്റി അല്ല, ഈ പോകുന്ന യാത്രയെ പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? എന്ത് അതെന്താ അങ്ങനെ ഒരു വർത്താനം? നമ്മുടെ മലയിലോട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? ശബരിമല. എനിക്ക് ശരിക്കും നമ്മളീ പോകുന്ന റൂട്ട് മറ്റേ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ നമ്മൾ പോയില്ലേ, ഹൈ റേഞ്ച് ഒക്കെ കയറുന്ന പോലെ. ആ ട്രെയിനാണല്ലോ ഹൈ റേഞ്ച് കയറുന്നതിൻ്റെ ഒരു സുഖം തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങറ്റം മല, നമ്മുടെ നേരെ മല കേട്ടോ. ഇത് റോഡ്, ഇത് മല, നമ്മുടെ നേരെ മല. അയ്യോ, മലയുടെ അങ്ങ് അറ്റം വരെ കാണാം.
3 ഇരട്ടി വലുപ്പമുണ്ട് കാനഡയ്ക്ക്. എന്നാൽ നമ്മുടെ കേരളത്തിൽ അത്രയും ജനസംഖ്യ ഉള്ളൂ ഇവിടെ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ കുറേ മലയും കുന്നും വെറുതെ തരിശു ഭൂമിയായിട്ടൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളാണിത് ഫുള്ള്. നമ്മൾ പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം കണ്ട് ഇറങ്ങിയതാണ്. ഇതിൻ്റെ ബാക്കിലുണ്ടത്. അങ്ങ് മണ്ടേന്ന് വരാം കേട്ടോ, നല്ല മണ്ടയ്ക്കുന്ന് മഴയാണ്. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ കാനഡയിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ എക്സാം വലിയ പൈസ ഹോട്ടലൊന്നും അല്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി കയറിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇവിടെ എത്തി, ഞങ്ങളൊരു ഹാഫ് ആൻ അവർ റെയിൽവേ എത്തിയിട്ടുണ്ടായിരുന്നു. എക്സാം തുടങ്ങാൻ ഇനി 1 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ എക്സാം എഴുതാൻ പോകുന്ന സ്ഥലം. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ വിചാരിച്ച അത്ര എല്ലാം എളുപ്പമായിരുന്നു. പക്ഷേ നമ്മുടെ IELTSൻ്റെ അത്ര നമുക്കൊരു പേപ്പറും പേനയല്ല, ഇത് ഫുൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും അടുപ്പിച്ചിരിക്കുന്നത് കൊണ്ടും സ്പീക്കിംഗ് കാര്യങ്ങളും എല്ലാം അപ്പോൾ തന്നെ പറയുന്നത് കൊണ്ടും അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബൻസ് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വീഡിയോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നല്ലൊരു റെയിൻബോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് റെയിൻബോ. ആക്ച്വലി ഇതൊന്നും സൂം ചെയ്ത് നോക്കിയാൽ റെയിൻബോ എന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു ചെറിയൊരു മല കണ്ടു, അതൊക്കെ ഉള്ളായിരുന്നു. ഇനി ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ ആൽബംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ട്രാവൽ വ്ലോഗ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം കേട്ടോ. ബൈ.